ഇൻഡോ കാസ്റ്റ് മാരേജ് ആണല്ലോ. എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? ആ ബിഗിനിങ് ഇതിലൊക്കെ കുറച്ച് ഷോക്കും പരിപാടികളൊക്കെ ആയിരുന്നു. എനിക്ക് ആകെ എൻ്റെ അച്ഛനമ്മയും ഫൈസിയുടെ അച്ഛനമ്മയും അവർ ഹാപ്പി ആണെന്ന് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. സാധാരണ നോർമൽ മാരേജ് നടക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ കല്യാണം നടന്നത് 2 ദിവസമായിട്ടാണ് നടന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ അത് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ മഞ്ജുഷയ്ക്ക് ഉള്ളൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ആള് ഡാൻസറും കൂടിയാണ്. അവൾക്ക് ആ സമയത്ത് തന്നെ 100-ലധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവളുടെ ഇൻകം കൊണ്ട് അവളുടെ കല്യാണത്തിന് അവൾ പൈസ സേവ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു കത്തലാണ്. MG സാറൊക്കെ പറഞ്ഞു ഇങ്ങനെ, അയ്യോ എൻ്റെ കയ്യിൽ വളയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു തന്നേനെ, പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്തുണ്ട്. എന്നെ ഓടി വിളിച്ചിട്ടൊക്കെ തന്നതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. സൂക്ഷിച്ച് വെക്കാതിരിക്കുമോ? റിയാലിറ്റി ഷോസിൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടിയത് ഏറ്റവും ആദ്യം എനിക്കാണ്. മുത്തേത് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നത്. ആ ഒരു എനിക്ക് തോന്നുന്നു എനിക്കാണ് ആ ക്രെഡിറ്റ് തോന്നുന്നുണ്ട്.